വാഗ്ദാനങ്ങളുടെ കുത്തൊഴുക്കാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മുഖം ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഈ ഓട്ടത്തിന് കരുത്തേകാൻ വോട്ടർമാരെ കയ്യിലെടുക്കാൻ പലതും ചെയ്തു കൊടുക്കാമെന്ന ഓഫറുമായി സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്യും. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിറവേറുന്നുണ്ടോ? അതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തു തന്നെയായാലും ഇന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊട്ടിയുറപ്പിക്കാനും കോൺഗ്രസിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ആവേശം പകരാനുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ കേരള സന്ദർശനം. എന്നാൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തുന്നത് മാധ്യമങ്ങളും നേതാക്കന്മാരും ആഘോഷിക്കുമ്പോൾ വയനാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ മതിയാവൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന മുഖമാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ആദ്യമായി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുന്നതും. വയനാട്ടിലെ ഓരോ ജനങ്ങളുടെയും വിശ്വാസമാണ് സത്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിൽ എത്തിച്ചത്. എന്തു തന്നെയായാലും വയനാട് നിന്നും MP ആയി ലോക്സഭയിൽ എത്തുന്നതിന് മുമ്പ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പാലിച്ചിട്ടുണ്ടെന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സ്വന്തം മണ്ഡലത്തിൽ പ്രിയങ്ക എത്തുന്നതും ഇത്തരത്തിൽ എന്തെങ്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴോ മാത്രമാണെന്ന് പറയാം. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം ജനങ്ങളെ ഓർക്കുന്ന ഒരു MP ആയി ഇതിനോടകം പ്രിയങ്ക ഗാന്ധി മാറിക്കഴിഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചപ്പോൾ വയനാട് ജില്ല പുനഃസ്ഥാപിക്കുമെന്നും വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുമെന്നും എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുമെന്നും അവർ വാഗ്ദാനം നൽകിയിരുന്നു. കൂടാതെ അവിടുത്തെ ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനായി റെയിൽ, ആരോഗ്യമേഖല മെച്ചപ്പെടുത്താനായി മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ. എന്നാൽ ഇതിൽ ഏതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്? വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു അത്യാസന്ന നിലയിൽ ചുരമിറങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ സഞ്ചരിക്കണം. റെയിൽ പദ്ധതിയും ഓണാവാതെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. ദുരന്ത സമയങ്ങളിൽ മാത്രം വയനാടിന്റെ ജനങ്ങളെ ഓർക്കുന്ന ഒരു MP ആയി മാത്രമേ പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു വസ്തുതയുമുണ്ട്. താൻ MP ആയി വയനാട്ടിൽ നിന്നും ജയിച്ചാൽ അവിടെ തന്നെ ഒരു വീട് വെച്ച് താമസം ആരംഭിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ ആ വാക്കുകളൊക്കെ മറന്ന മട്ടിലാണ് പ്രിയങ്ക. വീട് വെച്ച് താമസിക്കുക എന്നത് പോവട്ടെ, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു MP ആയിരുന്നു തങ്ങളുടേതെന്ന് വയനാട്ടിലുള്ളവർ ആശിച്ചു പോവാറുണ്ട്. ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും സമ്മേളനത്തിന് വരുന്ന പ്രിയങ്ക ഗാന്ധി തന്നെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ച വയനാട്ടുകാരെ കാണാൻ എത്തുമോ എന്നതും കണ്ടു തന്നെ അറിയണം. ഒപ്പം തന്നെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ വിസിറ്റിംഗ് പ്രൊഫസറാണ് പ്രിയങ്ക. അപ്പോൾ പിന്നെ പറഞ്ഞ വാക്കുകളിൽ പലതും പാലിക്കാൻ കഴിയാത്ത ഒരു MP ഇന്ന് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ്.